ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹർഷ അൾട്ടിമേറ്റ് പ്രോ 200. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലെ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഫസ്റ്റ് മാച്ച് ആയിരുന്നു, തേർഡ് ODI. അതിൽ ഫസ്റ്റ് ഓവർ സെക്കൻഡ് ഓവർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താ വെച്ചാൽ ഫുൾ ഡോട്ട് ബോൾ ആയിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഓവർ കഴിഞ്ഞിട്ട് അത് സൂപ്പറായിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇംഗ്ലണ്ട് റൺസൊക്കെ എടുത്തു. ഇംഗ്ലണ്ട് സൂപ്പറായി ശ്രമിച്ചു ഗൈസ്. പിന്നെ കണ്ട ഇംഗ്ലണ്ട് സൂപ്പറായി കളിച്ചു ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇംഗ്ലണ്ടിൻ്റെ കളി ഇന്ന്. പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സും നന്നായി ശ്രമിച്ചു. പക്ഷേ ഇംഗ്ലണ്ടിനെ 3 വിക്കറ്റ് ആക്കാൻ കിട്ടിയുള്ളൂ. അവർ 338 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു, 388. പ്രിൻസ് യാദവ് ഒക്കെ വിക്കറ്റൊക്കെ എടുത്തു, സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ഒക്കെ പറയേ വേണ്ട, സൂപ്പറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഓവർ സെക്കൻഡ് ഓവർ മാത്രം കുറച്ച് ഇത് ചെയ്താൽ സൂപ്പറായിട്ടുണ്ടാവും. പിന്നെ സൂപ്പറായി കളിച്ചു ഇംഗ്ലണ്ട്. പിന്നെ എന്താ ഗായ്സ്, ആർച്ചറൊക്കെ നമ്മുടെ IPL കളിച്ച ആൾക്കാരാണ്. ആർച്ചർ സൂപ്പറായി കളിക്കുന്നുണ്ട് ഗൈസ്. ഇംഗ്ലണ്ട് ടീമിൽ നമ്മുടെ IPL കളിച്ച് നമ്മുടെ എതിർ ടീമായിട്ട് കളിക്കുന്നു, സൂപ്പറായി കളിച്ചു. പിന്നെ അക്സർ പട്ടേലൊക്കെ സൂപ്പറായി വിക്കറ്റ് എടുത്തു. അക്സർ പട്ടേൽ പിന്നെ അക്സർ പട്ടേൽ, പ്രിൻസ് യാദവ് ഒക്കെ സൂപ്പറായി വിക്കറ്റ് എടുത്തു. പിന്നെ രോഹിത് ശർമ്മ ക്യാച്ച് സൂപ്പറായിട്ടുണ്ടായിരുന്നു, ഈസി ക്യാച്ച് രോഹിത് ശർമ്മന്. നോക്കണ്ട സൂപ്പറായി കളിച്ചു. പിന്നെ LBW ഒക്കെ ആയി. ഇന്ത്യ ഫാൻസൊക്കെ സൂപ്പറായി എൻജോയ് ചെയ്തു ഈ മാച്ചിനെ. കണ്ട ഇന്ത്യൻ്റെ പ്ലേയേഴ്സ്, അങ്ങനെ കോച്ച്, അങ്ങനെയൊക്കെ സൂപ്പറായി എൻജോയ് ചെയ്തു ഈ മാച്ചിനെ. എനിക്കിഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ. പിന്നെ ഈ മാച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. പിന്നെ രോഹിത് ശർമ്മൻ്റെ സെഞ്ചുറിയൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു ഗൈസ്, രോഹിത്തിൻ്റെ. പിന്നെ വിരാട് കോഹ്ലി സൂപ്പറായി കളിച്ചു. പിന്നെ രോഹിത് ശർമ്മൻ്റെ ജസ്റ്റ് മിസ് ഗൈസ്, ഡബിൾസ് ഹാഫ് സെഞ്ചുറി അടിക്കാറായി, പക്ഷേ ഔട്ടായി. 48 എത്ര എടുത്തു സൂപ്പറായി കളിച്ചു. അപ്പോൾ വിരാട് കോഹ്ലിയൊക്കെ സൂപ്പറായി കളിച്ചു, 45 റൺസ് അങ്ങനെയൊക്കെ എടുത്തിട്ട് സൂപ്പറായി കളിച്ചു ഗൈസ്. വിരാട് കോഹ്ലിൻ്റെ കളി സൂപ്പറായി ഉണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലണ്ടും കുറച്ച് വിക്കറ്റൊക്കെ എടുത്ത് സൂപ്പറായി ഉണ്ടായിരുന്നു. പിന്നെ കണ്ട ഇംഗ്ലണ്ട് സൂപ്പറായി വിക്കറ്റൊക്കെ എടുത്തു ഗൈസ്. ഇംഗ്ലണ്ട് സൂപ്പറായി വിക്കറ്റ് എടുത്തു. പിന്നെ ഇംഗ്ലണ്ട് ഈ സീരീസിനെ ഡ്രോ ആക്കി. ഇംഗ്ലണ്ട് അങ്ങനെ ഈ സീരീസിനെ ഡ്രോ ആക്കി. ഇന്ത്യ ജയിച്ചു, പക്ഷേ ഇംഗ്ലണ്ട് ഈ സീരീസിനെ ഡ്രോ ആക്കി.